ദൈവം ഈശോയെ നമുക്ക് തന്നില്ലായിരുന്നെങ്കിൽ നാം നമ്മുടെ പാപത്തിൽ മരിക്കുമായിരുന്നു. പാപത്തിന്റെ കുറ്റബോധത്തിലും, പാപത്തിന്റെ ഭാരത്തിലും, പാപത്തിന്റെ ആധിപത്യത്തിലും, പാപത്തിന്റെ പൈശാചികതയിലൊക്കെ നമ്മൾ മരിക്കാതിരിക്കാൻ വേണ്ടി സ്വന്തം പുത്രനെ നൽകി നമ്മെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും, പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്നും, പാപത്തിന്റെ അന്ധകാര സ്വാധീനങ്ങളിൽ നിന്നൊക്കെ പിതാവായ ദൈവം പുത്രനിലൂടെ നമ്മെ വീണ്ടെടുത്തു. പിതാവായ ദൈവത്തിന് നന്ദി പറയുമ്പോൾ പുത്രനായ ഈശോയെ തന്നതിനും, എന്തിന് പിതാവായ ദൈവം ഈശോയെ നമുക്ക് തന്നു എന്നതിനും നാം ദൈവത്തിന് നന്ദി പറയണം. അനുദിന ജീവിതത്തിന്റെ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാക്കി മാറണം. പിതാവായ ദൈവമേ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവായ ദൈവമേ, ത്രിയേക ദൈവമേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പിതാവായ ദൈവത്തിന് പുത്രനായ ഈശോയെ നമുക്ക് തന്നതിന് നന്ദി പറയണം. ഇത് നന്ദി പറയേണ്ട വിഷയമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്ന ഒരു കാര്യമുണ്ട്. 8-ാം അധ്യായത്തില്, ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും എന്നാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. ഈ യോഹന്നാൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. സ്നാപക യോഹന്നാൻ യേശുവിനെ കണ്ടോ പറഞ്ഞ്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നാണ് പറഞ്ഞത്. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്നാണ് യേശുവിനെ നോക്കി പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പൊ യേശു ഈ ലോകത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ, സ്വന്തം പുത്രനെ നമുക്ക് തന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ നമ്മുടെ പാപത്തിന്റെ ഭാരത്തിൽ മരിക്കണം. അതിനേക്കാൾ വലിയ ഭാരമില്ല. നമുക്ക് അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ ഭാരം എന്താണെന്ന് ചോദിച്ചാൽ അത് പാപം സമ്മാനിക്കുന്ന ഭാരമാണ്. പാപത്തിന്റെ ഭാരം, പാപത്തിന്റെ ഭാരത്തെക്കാൾ വലിയ ഭാരമില്ല നമുക്ക്. ഈ പാപഭാരമാണ് യേശു വഹിച്ചു മാറ്റിയത്, അല്ലെങ്കിൽ ഈശോ എടുത്തു മാറ്റിയത്. അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുമ്പോൾ ഈശോയെ പ്രതി ദൈവത്തിന് നന്ദി പറയണം. ഈശോയിലൂടെ നമുക്ക് തന്നതിനെ ഓർത്തെല്ലാം നന്ദി പറയണം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈശോയിൽ നമുക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ടു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 34 മുതലുള്ള വചനങ്ങളിൽ നാം വായിക്കുമ്പോൾ കാണുകയാണ്, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ്. ഉറക്കെ പറയാവോ? പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ്. അപ്പൊ പുത്രൻ നമുക്ക് തന്ന സ്വാതന്ത്ര്യം എല്ലാ തലങ്ങളിലുമുള്ള സ്വാതന്ത്ര്യമാണ്. അത് ആത്മീയ അടിമത്തത്തിൽ നിന്നും, മാനസിക അടിമത്തത്തിൽ നിന്നും, വൈകാരിക അടിമത്തത്തിൽ നിന്നും, ജഡികമായ അടിമത്തത്തിൽ, ശാരീരിക എല്ലാ തലങ്ങളിൽ നിന്നുള്ള അടിമത്തത്തിൽ നിന്നും പുത്രനായ യേശുക്രിസ്തുവിലൂടെ നാം വീണ്ടെടുക്കപ്പെടുകയും വീണ്ടെടുപ്പിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുകയും ചെയ്യുന്നു. ഈശോ നമുക്ക് സ്വാതന്ത്ര്യം നൽകി, അല്ലെങ്കിൽ ഈശോയിലൂടെ പിതാവായ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകി.